My name is Alfred. My name is Alfred. എന്താ ആരാ? ഭൂതം കുറത്തിന്ന് പുറത്ത് ചാടി. ഇത് മറ്റവനാണ് അൽഫി. Yes. How do you know my wife? സാറ് വരണം, സാറ് വരണം. ഞാൻ സാറിനെ എന്തെങ്കിലും മീറ്റ് ചെയ്യുന്ന എനിക്കറിയാം. സാറ് ഇരിക്കണം, ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഞങ്ങൾക്ക് ആരെയും പറ്റിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. നൂറ, സാറിന് ചായ കൊടുക്ക്. ചായയിലൊന്നും ഒതുങ്ങുന്ന കേസല്ലേ ഇത്, നീ കൈകാര്യം ചെയ്ത്. How do you know my wife? സാറിന്റെ ഭാര്യ ഞങ്ങൾക്ക് വഴിയിൽ ആക്സിഡന്റ് കിടന്ന് കിട്ടിയതാണ്. നാട്ടുകാരെടുത്ത് തലയെ വെച്ച് ചെന്നപ്പോ ആശുപത്രി കൊണ്ട് ചെന്നപ്പോ ഹസ്ബൻഡ് ആണെന്ന് ചോദിച്ചപ്പോ അവരെല്ലാം കൂടെ ഹസ്ബൻഡ് ആക്കിയപ്പോ ഒരുപാട് കോളത്തെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞപ്പോ ഹസ്ബൻഡ് ആയി പോയതാണ്. അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടിട്ട് ഒരു നാടകം കളിച്ചു പോയതാണ്. അല്ലാതെ ഐ എം നോട്ട് എ ചീറ്റ്. I'll call the police. പോലീസിനെ വിളിക്കുന്നു. Okay, now explain everything nice to me. ഗതികെട്ട ഒരു പയ്യന്റെ മനസ്സ് ചേട്ടെങ്കിലും മനസ്സിലാക്കണം. എന്നോട് മാപ്പാക്കണം. ഓനോടൊന്നും തുറന്നു പറയല്ലേ. ഓ നമ്മൾ വിചാരിക്കുന്ന ആൽഫ്രഡ് അല്ല. പിന്നെ ആരാടാ? ഇവന് വട്ട. ഇവന്റെ ഭാര്യ ഏതോ കിണറ്റിൽ വീട് ചത്തു, അങ്ങനെ വട്ടായതാണ്. ആസ്പത്രി കൊണ്ടുപോകുന്ന വഴി കാറിന് ഇറങ്ങി ഓടി ഇങ്ങോട്ട് കയറിയതാ. പിടിച്ചോണ്ട് പോടോ. Please, you take care of my wife. You know my wife. You know my wife. You please take care of her. Take care of her. I get a lot of things from America. She's a very nice girl. I love her very much. I love her. You take care of my wife. I love her very much. I love my wife. കാലത്തിന് ഒരു കോട്ടിട്ട ബട്ടന്റെ കാൽമല വീഴേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആ പോയവന്റെ കണ്ടീഷനായി പോകും ഞാനും. കേസിന്റെ വിധി അച്ഛന് അനുകൂലമായി വരൂ എന്നാണ് ആ വക്കീൽ പറയുന്നത്. ഞാനിന്നൊരു 1000 രൂപ നമ്മുടെ കുറുപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മണി ഓർഡർ. ഹലോ, അപ്പുക്കുട്ടൻ സാറുണ്ടോ? അപ്പുക്കുട്ടനോ? ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ്. നിങ്ങളാരാ? എനിക്കുള്ള ഫോണാ ഇതാ. ഹലോ, അതെ. നാളെ കട ഇൻസ്പെക്ഷൻ നടത്തണം, എന്നാലേ ലോൺ സാങ്ഷൻ ചെയ്യാൻ പറ്റൂ. അത് ഇത് എപ്പോഴാ ഇത്? സമയം നാളെ രാവിലെ 10 മണിക്ക് ഞാൻ വിളിച്ചു പറയാം. പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം നാളെ 10 മണിക്ക് വിളിച്ചാൽ മതി. ശരി ശരി, വെക്കട്ടെ. ഓക്കെ. അപ്പുക്കുട്ടൻ എന്നാണോ പേര്? അപ്പുക്കുട്ടൻ എന്നാണോ പേരെന്ന്? ആരുടെ? നിങ്ങളുടെ. അല്ല, എന്തൊക്കെ ഉണ്ടെങ്കിലും വിശേഷം. പിന്നെ അപ്പുക്കുട്ടന് വന്ന ഫോണ് നിങ്ങൾ എന്തിനാ അറ്റൻഡ് ചെയ്തത്? അപ്പുക്കുട്ടൻ എന്നൊരാളാണ് എന്നെ വിളിച്ചത്. അല്ല, അപ്പുക്കുട്ടനുണ്ടോ ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് എന്നാണ് അയാൾ ചോദിച്ചത്. ഈ കുട്ടിയുടെ കാര്യം ഞാൻ തോറ്റു. അപ്പുക്കുട്ടനാണ് വിളിക്കുന്നത്, ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എല്ലാ കാര്യവും തലതിരിഞ്ഞേ കേൾക്കൂ. വിട്ടി കൂഷിപ്പണ്ടോ എല്ലാത്തിനും ഡൗട്ടാ. ഏതാ ഈ അപ്പുക്കുട്ടൻ? എല്ലാ അപ്പുക്കുട്ടന്മാരെ അറിയാം. അങ്കിളിനെ അറിയാം. അങ്കിൾ എന്റെ ഫ്രണ്ട് അപ്പു അന്ന് വന്നില്ല. അപ്പു നമ്മുടെ ഇനി വന്ന് എന്റെ ഫ്രണ്ട് അപ്പു അന്നൊരു മഞ്ഞ കോണ്ടസയില് വന്നില്ലേ? മഞ്ഞ കോണ്ടസയില് വന്ന അപ്പു. മഞ്ഞ അപ്പു അല്ല, മഞ്ഞ കോണ്ടസയിൽ വന്ന അപ്പു. അപ്പുക്കുട്ടൻ എന്നാ അവന്റെ പേര്. ആര് പറഞ്ഞു? ഞാൻ കേട്ടു ഫോണില്. ആരെ വിളിച്ചെന്നറിയോ? അതറിയില്ല. നാളെ 10 മണിക്ക് വിളിക്കാന്ന് പറയുന്ന കേട്ടു. ഇവനെ നമ്മൾ ഫോളോ ചെയ്യണം. അതെ. എവിടെയാണ് അവന്റെ താമസം? ആരൊക്കെയാണ് അവന്റെ കോണ്ടാക്ട്സ്? എന്താ പണി? ഇതൊക്കെ അറിഞ്ഞ അവന്റെ പൂച്ച പുറത്തിയടിക്കാം. അപ്പുക്കുട്ടൻ സാറല്ലേ? ഞാൻ വർഗീസ്. ഇൻസ്പെക്ഷൻ ആള് 11 മണിക്ക് കടയിൽ വരും. ഞാൻ ചർച്ച് ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം. ഈ വഴി വരാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം. ശരി ശരി. ഇന്റെ 1.25 ലക്ഷം ഉറുപ്പിക മേടിച്ചിട്ട് 1.25 ലക്ഷം ഉറുപ്പിക വണ്ടി എടുത്ത് വേണം.
अरे उधर देखो, मोटरसाइकिल लेके जा रहा है, चलो। ആ മോട്ടോർ പോലെ വണ്ടിയിൽ പിടിക്കണം. എല്ലാത്തിനും ബുദ്ധിമുട്ടി ചോദിച്ചാൽ എനിക്ക് കയറാൻ സ്ഥലമില്ലാതെ സാറില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് 3-4 ആള് മതി. വിടുവാനാ അതെ ആ ഇരുമ്പിന്റെ തൊപ്പിയിട്ട് പതിനെ ഇടിച്ചു കൊണ്ടാളാം. ചെല്ലി പോ. ഈ കാറിന്റെ വിട്ടൂടി. अरे क्या बैल गाड़ी किधर चला रहा है? വണ്ടി വരെ കൊടുക്കാൻ തെണ്ടി ഉള്ളുക്ക പണ്ടാൻ चलाना। ചാടിച്ചോളി. ചെല്ലി എങ്ങോട്ടാണ് വണ്ടി തിരിക്കണേ? മോനെ അങ്ങോട്ടല്ലേ മോനെ? വണ്ടി നിർത്തുന്നത് ആയില്ല മോനെ. അയ്യോ കാണുന്നില്ലല്ലോ. അപ്പൊ അപ്പുക്കുട്ടൻ സാറിന്റെ ബൈക്ക് അത് വന്ന് പിന്നെ ഞാൻ എടുത്തോളൂ സാറേ. ഒരു മാംഗോ ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരം? ഇതൊക്കെ മാനേജർ രവീന്ദ്രനാഥ് കിതറേ. അവിടെ ആരാ? എന്താ? എന്താന്നോ കാണിച്ചു തരാൻ എന്താന്നുള്ളത്? അതിന്റെ മോനെ കായും കടുമറിച്ച് വീട് കാലിയാക്കി മുങ്ങാന്ന് വിചാരിച്ചേ. ഏത് കാശ്? ഏത് കാശോ? അന്റെ ഉമ്മനെ കെട്ടിക്കാൻ മേടിച്ച കാശാടാ. മര്യാദക്ക് സംസാരിക്കണം. എന്താ കാക്ക, എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഇങ്ങനെ കേൾക്കണോ? ഈ അറാൻ മറന്നവന്റെ കെട്ടോടും കൂടി ബെൻസ് കാർ എടുക്കാനാണെന്നും പറഞ്ഞ് എന്നോട് 1.25 ലക്ഷം ഉറുപ്പ്യ മേടിച്ചു. ഇന്നോട് മുണ്ടാണ്ടും പറയാണ്ടും വീടും മാറി. എടാ ഈ മൂന്നമ്മല് സോപ്പും തേച്ച് വന്നപ്പോഴേ എനിക്ക് ലൗട്ട് അടിച്ചതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്താണ് അവിടെ നടക്കുന്നത്? ഒരാൾ വന്ന് ഇവിടുന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഇതെന്റെ ഒപ്പല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ എനിക്ക് ബെൻസ് കാറൊന്നും ഇല്ലെന്ന്? നീ കായ് മേടിച്ചിട്ട് കാറ് മേടിച്ചോ കാപ്പിക്കൂടി മേടിച്ചോ പുണ്ണാക്ക് മേടിച്ചോ ഒന്നും എനിക്കറിയണ്ട. എടാ പൈസ കട മേടിച്ച് കോട്ട് സൂട്ടിട്ട് എടുക്കാൻ ഉളുപ്പില്ല നമുക്ക്. അതെ പൈസ തരാൻ അറിയുന്നുണ്ട്, വാങ്ങാനും എനിക്കറിയാം. അത് വാങ്ങിയിട്ട് അവിടുന്ന് പോകും. നിങ്ങൾക്ക് അറിയോ അടുത്ത ആഴ്ച എന്റെ മോളെ നിക്കാറാണ്. എനിക്ക് പൈസ കിട്ടണം. കൊറേ നമുക്ക് എന്റെ പൈസ. ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ MD അടുത്ത് പറയൂ. ഏത് തട്ടി? MD അല്ല, MD, മാനേജിംഗ് ഡയറക്ടർ, അതായത് മുതലാളി. എവിടെ? അതാ അവിടെ ഉണ്ട്. ഇനിയൊന്നും നോക്കാനില്ല, അകത്ത് കയറ്റരുത്, അടിച്ച് പണി കഴിച്ചോളാം. അസല് തണ്ടക്ക് പറഞ്ഞു എന്റെ കാശ് മേടിച്ചാടാ പന്നി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇന്ന് രണ്ടിലൊന്നും അറിയിട്ട വീരാൻ ഇവിടുന്ന് പോകുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. മാറുന്നതിന്റെ മോനെ തല്ലെ കൊല്ലാൻ പറഞ്ഞു കിട്ടി. അമ്മോ